ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് കൂരിമലയിലോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. ആ മലയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് പ്രശസ്ത കവി ചെമ്മരം ചാക്കോയുടെ വീടാണ്. അപ്പം ഞങ്ങളിവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ മുമ്പിലോട്ട് നടക്കുകയാണ്. ഞങ്ങളിവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. നേരെ കാണുന്ന വഴിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ആ കാണുന്ന വഴിയാണേ. അപ്പം നേരെ അങ്ങ് പോവുകയാണ് ഞങ്ങൾ. കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ടിക്കറ്റ് കൗണ്ടറും എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ മരങ്ങളും ചെടികളും ഒക്കെ കാണിച്ചു തരികയാണ്. ഇവിടെ നിൽക്കുന്നത് എൻ്റെ ബ്രദേഴ്സൊക്കെയാണ്. ഇവിടെ കുറേ പേര് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ആൻറ്റി, എൻ്റെ അങ്കിള്, എൻ്റെ 2 ചേട്ടന്മാർ, ബ്രദേഴ്സ് ചേട്ടന്മാർ, പിന്നെ അച്ഛമ്മ, അച്ഛമ്മയുടെ അനിയത്തി. ഞങ്ങളിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. ഫോട്ടോസും വീഡിയോയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാണ്. അങ്ങോട്ട് കയറുമ്പോൾ ഒരു ചെറിയ കയറ്റമുണ്ട്. മടുത്തു കിട്ടും അങ്ങോട്ട് കയറി. എൻ്റെ പൊന്നു, ശ്വാസം എടുക്കാൻ പോലും മേലെ. അവരൊക്കെ അവിടെ മടുത്ത് കയറി. അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇവർ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളെ. ഞാൻ പതിയെ കയറി പോകുന്നു. അങ്ങനെ എൻ്റെ ആൻറ്റി നിങ്ങൾക്ക് വേണ്ടി ഒരു ഹായും പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പതിയെ പോവാണ്. നടക്കാൻ മേലെ, കാരണം അതുപോലത്തെ കയറ്റമായിരുന്നു. കയറിയെ ടിക്കറ്റ് എടുക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കണ്ടില്ല, ഇതിൻ്റെ ഭംഗി കണ്ടു. ഇത് കണ്ടിട്ട് എനിക്ക് കൊക്ക പോലെയാണ് തോന്നിയത്. ഞാൻ എൻ്റെ ചേട്ടനോട് കൊക്കയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം എല്ലാവരും ചിരിക്കുകയാണ് കൊക്കയാണോ എന്ന് ചോദിച്ചപ്പോൾ. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് കൊക്ക പോലെ തോന്നി. ഇപ്പം ഇതെൻ്റെ ആൻറ്റിയുടെ ഫോട്ടോയാണ്. നല്ല ഭംഗിയല്ലേ ഗൈസ് എൻ്റെ ആൻറ്റിയുടെ ഫോട്ടോ കാണാൻ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് എൻജോയ് ചെയ്താണ് പോകുന്നത്. ഓരോ ഭംഗികളൊക്കെ കണ്ട് ഇടയ്ക്ക് ഞങ്ങൾ നിർത്തും, ഫോട്ടോയൊക്കെ എടുക്കും. അപ്പം അവിടെ കണ്ടോ, നല്ല ഭംഗിയല്ലേ അവിടെയൊക്കെ കാണാനായിട്ട്. എൻ്റെ അച്ഛൻ പതിയെ നടന്ന് വരികയാണ്. ഞങ്ങൾ പതിയെ നടന്ന് പോവുകയാണ് ഇങ്ങനെ. അവിടെ കണ്ടോ ഗൈസ്, കോടമഞ്ഞ്. എന്തൊരു മഞ്ഞാ അവിടെ. നല്ല രസമുണ്ട് കാണാൻ ആ മഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നടക്കുന്നു. ഇത് കണ്ടോ, വെള്ളം കെട്ടിക്കിടക്കുന്നത്. വാൽമാക്രി, പാറ്റാപ്പല്ലി, ഇങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട്. പാറ്റാപ്പല്ലിയൊന്നുമില്ല, വാൽമാക്രിയുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞ് വെള്ളത്തിൽ അത് കെട്ടിക്കിടക്കാണ്. അവിടെ കണ്ടോ, കോടമഞ്ഞാണ് ഗൈസ്, കോടമഞ്ഞ്. നിങ്ങൾ ആ വ്യൂ കണ്ടോ, എന്ത് രസമാണെന്നറിയോ കാണാനായിട്ടത്. നല്ല രസമാണല്ലേ. ഞങ്ങളുടെ ഫോട്ടോയാണ്, ഞങ്ങൾ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഇത് ഞാൻ എടുത്തു കൊടുത്തതാണ്. ഇതിൽ ഞാനില്ല, പക്ഷെ എൻ്റെ ഫാമിലി ഉണ്ട്. എൻ്റെ അച്ഛമ്മ ഇല്ല കേട്ടോ ഗൈസ്. എൻ്റെ അച്ഛമ്മ വന്നില്ല കേട്ടോ. ഞാൻ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ അച്ഛമ്മ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ബ്രദറ് ക്യാമറയിൽ ഇതൊക്കെ എടുക്കുകയാണ്, ഫോട്ടോ ഒക്കെ. ബ്രദറ് ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുക്കും. ഇത് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത സെൽഫി. എൻ്റെ അച്ഛമ്മ വന്നില്ല, അച്ഛമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാനായിട്ടൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫോട്ടോസ്. ഞങ്ങൾ എൻജോയ് ചെയ്താണ് പോയത്. ഇനിയും കാണാനായിട്ട് കുറേ കിടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക, ആസ്വദിച്ച് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ. കണ്ടില്ലേ ഞങ്ങളുടെ ഫോട്ടോസ്. ഈ ഫോട്ടോ ഇപ്പോൾ എൻ്റെ അച്ഛനാണ് എടുത്തത്. കണ്ടോ, ഇതിൽ എൻ്റെ അച്ഛനില്ല. ഇതിപ്പോൾ എൻ്റെ അച്ഛനാണ് എടുത്തത്. ഞങ്ങളെല്ലാവരും പോസ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ അതേ ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കാനായിട്ടുള്ള പോവാണ്. അതേ അവിടെ എന്തോ ഒരു കുഞ്ഞു കുളം പോലെയൊക്കെ ഉണ്ട്. ഈ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടോ? അവിടെ ഒരു കുഞ്ഞു കുളം പോലെ ഉണ്ട്, കണ്ടോ? ആമ്പലൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അഴുക്ക് വെള്ളമാണോ എന്നൊരു സംശയം. പക്ഷെ കുളമാണ് കേട്ടോ. കണ്ടോ ആമ്പലൊക്കെ കിടക്കുന്നുണ്ടോ? കണ്ടോ? അഴുക്ക് വെള്ളമാണെന്ന് എനിക്കൊരു സംശയം. ഇത് അഴുക്ക് വെള്ളമാണ്. അത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് മഴ പെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ നീണ്ടങ്ങ് പോവാണ്. ഞങ്ങൾക്ക് ആ സാധനത്തിലൊക്കെ കയറാനായിട്ട് പ്ലാനുണ്ട്. ഇത് കണ്ടോ, ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും. ഇത് ഞാനും എൻ്റെ ബ്രദറും ഇരിക്കുന്ന ഫോട്ടോയാണ് ഗൈസ്. ഇതൊറ്റയ്ക്ക് ഞാൻ സിംഗിളായിട്ടാണ് എൻ്റെ ഫോട്ടോ. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. എൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ ഗൈസ്? ഇതാണ് ഒരു ബ്രദർ ഈ പോകുന്നത്. രണ്ടാമത്തെ ബ്രദർ ഇപ്പം കണ്ടില്ലേ നിങ്ങൾ? ഇന്ന് ആ രണ്ടാമത്തെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പം ഞാനും ഒരു ബ്രദറും കൂടി ഇരുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ? ആ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്, ഏപ്രിൽ 15. ഇന്ന് ആ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പം ഞങ്ങളിത് ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ ഒന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു വ്യൂ പോയിൻ്റാണ് ഗൈസ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണുവാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഈ സൗണ്ടും ഈ വീഡിയോസും ഒക്കെ കേട്ട് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇത്. ഞാനും എൻ്റെ അമ്മയും ഉള്ള ഫോട്ടോയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ മുകളിലോട്ട് നടക്കുവാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനത്തിൽ കയറാൻ പ്ലാനുണ്ട് ഞങ്ങൾക്ക്. ആ സാധനത്തിൻ്റെ മണ്ടയിലോട്ടാണ് ഇപ്പോൾ കയറി പോകുന്നത്. പതിയെ കയറുകയാണ് ഞങ്ങൾ. നിങ്ങൾ കണ്ടോ ഈ മലയിൽ കുറേ കുരിശുകളൊക്കെ. ഇതിനെന്തോ ഒരു പേര് പറയും, കുരിശുമലയോ? കുരിശുമല എന്നെന്തോ പറയുക. എനിക്കതെന്താണെന്നറിയില്ല. കുറേ കുരിശുകളുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളിങ്ങനെ പതിയെ കയറുകയാണ്. എൻ്റെ അച്ചമ്മ വന്നില്ല, കാരണം അച്ചമ്മയ്ക്ക് നടക്കാൻ മേലല്ലോ, സ്റ്റെപ്പൊന്നും കയറാൻ മേല. പിന്നെ മലയല്ലേ, മല കുറേ അങ്ങ് പോകണം. അങ്ങനെ ഞങ്ങൾ മണ്ടയിലോട്ട് പതിയെ കയറുകയാണ്. കണ്ടില്ലേ ഈ വ്യൂ പോയിൻ്റ് നിങ്ങൾ കണ്ടോ? അടിപൊളിയല്ലേ? എന്ത് രസമാണെന്ന് നോക്കിക്കേ ഈ വ്യൂ പോയിൻ്റ്. അതുണ്ടോ സണ്ണ്? എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ ഫുള്ള് ഞാനാണ് എടുത്തത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബ്രദേഴ്സ് എന്നെ സഹായിക്കും. ഇതെൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇതാണ് എൻ്റെ അച്ഛമ്മയുടെ അനിയത്തി. ഇത് ഞാനാണ്. ഞാൻ സൂര്യനെ നോക്കി നിൽക്കുന്ന ഫോട്ടോയാണ്. ഇത് ഞങ്ങൾ ഫാമിലി. ഈ ഫോട്ടോ എടുക്കുന്നത് എൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് അച്ഛനെ കാണത്തില്ല. ഇതെൻ്റെ അമ്മയാണ് ഈ ഫോട്ടോയിൽ നിൽക്കുന്നത്. ഇതിലും എൻ്റെ അച്ഛനാണ് ഫോട്ടോ എടുക്കുന്നത്, അതുകൊണ്ട് അച്ഛനെ കാണത്തില്ല. ഇതിൽ ഞങ്ങൾ സെൽഫി എടുത്തുകൊണ്ട് അച്ഛനെ കാണാം. ഇത് ഞാനും എൻ്റെ അമ്മയും കൂടി നിൽക്കുന്നതാണ്. ഇത് ഞാനും എൻ്റെ ബ്രദറും. വേറൊരു ബ്രദറുണ്ട്, ആ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പം ഇത് കണ്ടില്ലേ, ഇതാണ് വ്യൂ പോയിൻ്റ്. അടിപൊളിയല്ലേ? കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ചുമപ്പൊന്നും കാണത്തില്ല വലുതായിട്ട്. ശരിക്കും നേരിട്ട് കാണാൻ കട്ട ചുമപ്പാണ്. കളറടിച്ച പോലെ ഇരിക്കും, പെയിൻ്റ് അടിച്ച പോലെ. അതുപോലത്തെ ചുമപ്പ് സൂര്യന്. അപ്പോൾ കണ്ടില്ലേ വ്യൂ പോയിൻ്റൊക്കെ? ഞങ്ങളിപ്പോൾ ഒരു സാധനത്തിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുവാണ്. അതിൻ്റെ താഴെയാണ് ഞാൻ ഈ കാണിച്ചതൊക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല എന്ന് ഈ കയറി നിന്നതിൻ്റെ. അതിൻ്റെ പേര് വാച്ച് ടവർ എന്നാണ്. കണ്ടില്ലേ സൂര്യനെ കണ്ടോ ഗൈസ്? അപ്പം ഞങ്ങളിപ്പോൾ കയറി നിൽക്കുന്ന വാച്ച് ടവർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മണ്ടയിലാണ് ഗൈസ്.
നിങ്ങൾ ആ കാഴ്ച ഭംഗിയൊക്കെ കണ്ടോ? എന്ത് രസമാണ്. ഞങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇനിയും കാണാനുണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് കണ്ടു നോക്കൂ, ഈ വീഡിയോ ഫുള്ളായിട്ട്. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. അവിടെ എന്തോ തീയൊക്കെ ഉണ്ട്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു തീ കത്തിപ്പിടിച്ച് വന്നതാണ്. ഇതെൻ്റെ അച്ഛനാണ് ഗൈസ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. അവിടുത്തെ ഭംഗികളും കാഴ്ചകളും ഒക്കെ നിങ്ങൾ കണ്ടോ? ഞങ്ങളപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. പതിയെ ഇറങ്ങിപ്പോവാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഭംഗികളും. നിങ്ങളൊന്ന് വന്ന് നോക്കൂ കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇനി വേറൊരു സ്ഥലത്തോട്ട് നടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഫോണ് എൻ്റെ അച്ഛനോ ബ്രദറിനോ കൊടുക്കും വീഡിയോ എടുക്കാനായിട്ട്. എന്നിട്ട് ഞാനിതിലെല്ലാം തുള്ളിച്ചാടി നടക്കും. അങ്ങനെയാണ് എൻ്റെ പതിവ്. ഞാൻ പകുതി വരെ വീഡിയോ എടുക്കത്തുള്ളൂ. കണ്ടു, ഇപ്പം എൻ്റെ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളതേ ഇവിടൊക്കെ എത്തി. ഇതൊരു പള്ളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ പള്ളിക്ക് പറയുന്നത് ചാപ്പൽ എന്നാണ്. ചാപ്പൽ എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ കണ്ടില്ലേ, ഞാനെല്ലാം വിശുദ്ധമായി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫുള്ള് ചുറ്റിലും മരങ്ങളും അതും ഇതൊക്കെയാണ്. ആ പോയി നിൽക്കുന്നത് ഞാനാണ് ഗൈസ്. ഞാൻ അവിടെ പോയി പള്ളിക്ക് അതന്നെ ഉള്ളത് നോക്കുക. ആ വാതിലിൻ്റെ അവിടെ കുറേ ആ കിഴുത്തെ കൂടെ ഞാൻ എന്നെ നോക്കുക. അപ്പം ഇതൊക്കെയാണ്. ഇതാണ് എൻ്റെ ബ്രദേഴ്സ് അവിടെ ഒരു മരത്തിൻ്റെ അവിടെ നിൽക്കുന്നു ഫോട്ടോ എടുക്കാനൊക്കെ. ഞങ്ങൾ ഫാമിലി ഫുള്ളും ട്രിപ്പായിട്ട് വന്നതാണ്. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് വന്നതാണ്. അപ്പം ദേ ബ്രദർ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു പാലമാണ്. ആ പാലത്തിൽ കൂടെയാണ് പോകുന്നത്. കയറി വന്നപ്പോൾ ശരിക്കും പാലത്തിൽ കൂടെ വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ പാലത്തിൽ കൂടെ വന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പാലത്തിൽ കൂടെയാണ് പോകുന്നത്. ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ. ഇതെൻ്റെ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. അച്ഛൻ പുറകിലാണ്, ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ. അപ്പോൾ കണ്ടില്ലേ പൂക്കളൊക്കെ, മരത്തിലൊക്കെ ഓരോ പൂക്കളൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ ബ്രദറും ക്യാമറയും പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഭംഗിയും. നിങ്ങൾ ഇവിടെ വല്ലതും പോകാനാണ് ഇതൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവനും കാണണം. പകുതിക്ക് വെച്ച് നിർത്തിപ്പോയിട്ട് ഇത് മുഴുവനും കാണണം. അത്രയ്ക്ക് ഭംഗിയാണിത് ഫുള്ള് കാണാനായിട്ട്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൽ കൂടെ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്ക്. അപ്പം ഇത് കണ്ടോ, അതിൻ്റെ മണ്ടയിലാണ് ഞങ്ങൾ കയറിയത് ഗൈസ്. അപ്പം ഞങ്ങൾ പോവാണ്.